ഞാൻ ഡോക്ടർ രാജു കെ ബേബി, ഡോക്ടർ രാജൂസ് ഹെൽത്ത് ലെക്ചേഴ്സിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ പ്രഭാഷണം കൈക്കൊള്ളുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് കേട്ട് കാണും ഈ മുടി കൊഴിച്ചിലിനെ കുറിച്ച്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത് മുടി കൊഴിച്ചിലിനെ കുറിച്ചുള്ളതാണ്. എന്നാൽ നിങ്ങൾ എന്നോട് ചോദിക്കുമായിരിക്കാം, എൻ്റെ മുടി എന്തുകൊണ്ടിങ്ങനെ ഇരിക്കുന്നു? അത് പാരമ്പര്യമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയ, വീട്ടുകാർക്ക് കിട്ടിയതായിട്ടുള്ള ഒരു കഷണ്ടിയാണ്. അതാണ് എൻ്റെ ശരീരത്തിൽ മുഴുവൻ കാണുന്നത്. ഒരു 12 വർഷം മുമ്പ് ആക്സിഡൻ്റ് ഉണ്ടായി, അത് മാറി. എന്നാൽ ഈ മുടി കൊഴിച്ചിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അതിൻ്റെ മുമ്പിലുണ്ടോ എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീകളോട് ഒരു വാക്ക്, നിങ്ങൾ വളരെ ശക്തമായിട്ട് മുടി അടിക്കുന്നത് നിർത്തണം. അതുപോലെ വലിയ അഴിയുള്ള നിങ്ങളുടെ ചീപ്പ് കൊണ്ട് ചീപ്പണം എന്നൊരു വാക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചീപ്പണം. അതുമാത്രമല്ല, വൃത്തിയായിട്ട് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വലിയ അഴികളുള്ള ഇതുകൊണ്ട് കെട്ടണം. ചില സ്ഥലത്ത് നിങ്ങളുടെ മുടിയുടെ ഒരല്പഭാഗം മാത്രം പോയിരിക്കും. അതിനെ അലോപേഷ്യ ഇറേറ്റ എന്ന് പറയുന്നു. അവിടെ നമുക്ക് സ്റ്റീറോയിഡൊക്കെ കുത്തി വയ്ക്കാം. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളുടെ കൊറിച്ചിൽ മാറാനായിട്ട് അല്പം ബെഡിസോൾ ഡ്രോപ്സ് ഉപയോഗിക്കാം. അതുപോലെ മിനോക്സിൽ ഡ്രോപ്സ് ഒക്കെ ഉപയോഗിക്കാം. വളരെ ഹാർഷായിട്ട് ഇത് ചെയ്യുന്നതായിട്ടുള്ള ആൾക്കാരുണ്ട്. അവർ മുടി പിടിച്ച് വലിക്കുക, മുടി കെട്ടാതിരിക്കുക, മുടിയിൽ ഒരുപാട് എണ്ണ തേച്ച് മുടിയെ അങ്ങ് വല്ലാതെ ആക്കുക. ഇങ്ങനെ പലവിധമായിട്ടുള്ള ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ അവരുടെ ഒരു വാക്ക്, വളരെ ശക്തമായിട്ട് മുടി വലിക്കുന്നത് കാണാം. അതുപോലെ ഒരു ഡോക്ടറെ കാണുമ്പോൾ നിങ്ങളുടെ മനസ്സ് പരിശോധിക്കണം. ചില തൈറോയിഡിൻ്റെ രോഗങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിൽ കൂടുതലുണ്ടാകാം. അതുപോലെ നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് ചരിഞ്ഞ് കിടക്കുന്നതായിട്ടുള്ള സമയത്ത് മുടി കൊഴിച്ചിലുണ്ടാകാം. അങ്ങനെ പല വിധത്തിൽ നമുക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒരു വശത്ത് ചരിഞ്ഞ് കിടന്നാൽ നമുക്ക് മുടി കൊഴിച്ചിലുണ്ടാകാം. അങ്ങനെ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് മുടി കൊഴിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലരങ്ങ് പുള്ളി ചെയ്ത് നമ്മുടെ എന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ നമ്മുടെ എല്ലാം മൂടോടുകൂടി പുള്ളി ചെയ്യുന്നതായിട്ടുള്ള ഒരു സ്വഭാവമുള്ള ചില ആൾക്കാരുണ്ട്. അവരോടും കൂടെ പറയുകയാണ്, നിങ്ങൾ അങ്ങനെ പുള്ളി ചെയ്യരുത്, നിങ്ങളുടെ മുടി എന്നേക്കുമായിട്ട് നഷ്ടപ്പെട്ടെന്നിരിക്കും. ചില രോഗങ്ങൾ അതുപോലെ ഹാർഷമായിട്ട് ചീകുക. ചില രോഗങ്ങൾ നിങ്ങളെ ബാധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി പോകാനുള്ള സാധ്യതയുണ്ട്. ടീലോജൻ എഫ്ലൂം. തലയിൽ നല്ല രീതിയിൽ മുറിവ് വന്നു കഴിഞ്ഞാൽ പിന്നെ തലയിൽ രോമം കിളിക്കത്തില്ല. അത് ശ്രദ്ധിക്കണം. അതുപോലെ കൂടുതൽ ടെൻഷനുള്ള ആൾക്കാർ, മാനസികമായിട്ട് വളരെയധികം പിരിമുറുക്കം അടിക്കുന്ന ആൾക്കാർ, അവർക്ക് നല്ല രീതിയിൽ ഹെയർ ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് സംഭവിച്ചതാണ്. 12 വർഷം മുമ്പ് ഞാൻ രോഗിയായിട്ട് കിടന്നു. ആ സമയത്ത് ഏതാണ്ട് 1 മാസത്തോളം കിടന്നു. അതോടുകൂടിയാണ് എൻ്റെ മുടിയെല്ലാം പോയത്. പിന്നെ നമ്മൾ മറ്റൊരു കാര്യം, മുടി കുറയാനുള്ളതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ താരൻ എന്ന് പറയുന്ന ചിലർ ചാർദനമെന്ന് പറയും. എന്നാൽ അതുകൊണ്ട് നിങ്ങളുടെ മുടി കുറയാനുള്ള സാധ്യതയുണ്ട്. അതിന് ആഴ്ചയിൽ 1-2 ദിവസം ഈ കേസഡ് ഷാമ്പൂ അല്ലെങ്കിൽ കീറ്റാക്കോനാസോൾ ഷാമ്പൂ എന്ന് പറഞ്ഞ ഷാമ്പൂ വാങ്ങിക്കാൻ കിട്ടും. അത് വാരി തലേ തേക്കണമെന്നല്ല, പകരം കുറച്ച് തുള്ളി അവിടെ വെച്ച് പതച്ചിട്ട് ഒരു 10 മിനിറ്റ് മുമ്പ് നിങ്ങളത് 10 മിനിറ്റ് കുളിക്കുന്നതിന് മുമ്പ് അതങ്ങ് തുടച്ച് കളയണം. ഒരു 10 മിനിറ്റ് ഇരുന്നാൽ മതി. അതുപോലെ മിനോക്സിഡിൽ എന്ന് പറയുന്ന ഒരു മരുന്നുണ്ട്. അത് ഈ മുടി കൊഴിയുന്നിടത്ത് 2% മിനോക്സിഡിൽ ഈ മുടി പൊരിയുന്ന സ്ഥലത്ത് പുരട്ടിയാൽ നിങ്ങളുടെ ഈ മുടി കൊഴിച്ചിൽ കുറച്ച് കാലത്തേക്ക് മാറിക്കിട്ടും. അതുപോലെ കൊഴിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ തലയിൽ ഇടയ്ക്കിടയ്ക്ക് ചൊറിയാതിരിക്കണം. നമ്മൾ ചില ആൾക്കാരുണ്ട് എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കും. മറ്റു രീതിയിലുള്ള ചൊറിച്ചിലല്ല, അവർ തലയിൽ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ചൊറിഞ്ഞ് തലയിൽ ഇങ്ങനെ വലിയ കട്ടികളൊക്കെ വരുന്ന കണ്ടിട്ടുണ്ട്. അപ്പോൾ തല ചൊറിയുന്ന സ്വഭാവമുള്ളവരെ യഥാർത്ഥത്തിൽ അത് ഉപേക്ഷിക്കേണ്ടതാണ്.
ഇതൊക്കെ ഞാൻ ഒരു കൊളോക്കിയൽ ലാംഗ്വേജിലാണ് പറയണത്, പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാക്കും. അതുപോലെ ഈ ഒരു വശത്തോട്ട് തിരിഞ്ഞ് കിടന്നാൽ അവിടെ മുടി കൊഴിച്ചിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ഥിരമായിട്ടൊരു വശത്തോട്ട് തിരിഞ്ഞ് കിടന്നാൽ. പിന്നെ ഈ നാട്ടിൽ നമ്മുടെ മധ്യത്തിൽ ഒരുപാട് മരുന്നുകൾ അവൈലബിളാണ്. ഈ മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാൻ എന്ന് പറഞ്ഞ് ഒരുപാട് മരുന്നുകളുണ്ട്. അവയൊന്നും വാങ്ങിച്ച് തല തേക്കരുത്. കാരണം അതൊക്കെ തേച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഉള്ള മുടിയും കൂടെ പോകും. അതുകൊണ്ട് നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത മരുന്നുകളൊന്നും തലയിൽ തേങ്ങി പിടിക്കരുത്. ഓരോ സ്ത്രീകളുടെ പടം കാണിച്ചിട്ട് വലിയ രീതിയിൽ ഇതാ മുടി വളരുന്നു എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ്മെൻറ്റ്സിന് യാതൊരു കുറവുമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അത് കാണിച്ചാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, പക്ഷേ അവർക്ക് നല്ല പൈസ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു സാധ്യത നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ചില ആൾക്കാരുടെ ഒരു ചോദ്യം, ഷാമ്പു പുരട്ടുന്നതുകൊണ്ട് പ്രയോജനമുണ്ടോ? അത് പുരട്ടുന്നതുകൊണ്ട് പ്രയോജനമില്ല എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചില ഷാമ്പുകൾ ദോഷകരമായിട്ട് പ്രവർത്തിക്കും. പുരുഷന്മാരിൽ ഹെയർ ട്രാൻസ്പ്ലാന്റേഷനൊക്കെ ചെയ്യുന്ന ഉണ്ട്. അതിപ്പോൾ നേരത്തെ എറണാകുളത്ത് മാത്രമേ ഉള്ളായിരുന്നു, ദുബായിലൊക്കെ ഉള്ളായിരുന്നു. പക്ഷേ അതിപ്പം കൂടുതൽ ഗ്രാമപ്രദേശങ്ങളിലോട്ട് വന്നിരിക്കുകയാണ്. അതുപോലെ ചില സ്ത്രീകളുണ്ട്, അവർക്ക് വയസ്സ് 80 ആയിരുന്നാലും അവർക്ക് നല്ല രീതിയിലുള്ള മുടി കൊഴിയാതിരിക്കും. അവർ ഭാഗ്യവാന്മാരെ എന്ന് എനിക്ക് പറയാനായിട്ട് പറ്റത്തുള്ളൂ. എല്ലാ ദിവസവും നമ്മൾ രാവിലെയും വൈകിട്ടും മുടി ജീവി ഭംഗിയായിട്ട് എണ്ണ തേച്ച് വെച്ചേക്കണം. എന്ന് വിചാരിച്ച് ഒരു കുടം എണ്ണയൊന്നും അതിനകത്ത് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ സ്ത്രീകളെ ഈ മുടി കെട്ട് പൊട്ടിക്കാതിരിക്കുകയാണ് നല്ലത്. അഥവാ പൊട്ടിക്കണമെന്നുണ്ടെങ്കിൽ വലിയ അഴിയുള്ള ചീപ്പ് ഉപയോഗിച്ച് പൊട്ടിക്കുക. ഇതെല്ലാം ചെയ്യുവാനായിട്ട് സർവേശ്വരനായിട്ടുള്ള ദൈവം എനിക്ക് ഇടയാക്കിയതിനായിട്ട് ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇത് എളിയവനായിട്ടുള്ള എന്നോട് കരുണ ചെയ്തതിനായിട്ട് യേശുവിനെ ഞാൻ സ്തുതിക്കുന്നു. അതുപോലെ നിങ്ങളെ കേൾക്കുന്ന നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ അതിൻ്റെ ഇടയിൽ കമൻ്റ് ഇടണം. എങ്കിലേ ഞങ്ങൾക്ക് വീണ്ടും വേറൊരു അധ്യായമായിട്ട് നിങ്ങളുടെ അടുക്കലേക്ക് കടന്നു വരുവാനായിട്ട് പറ്റത്തുള്ളൂ. പ്രിയ എൻ്റെ ശ്രോതാക്കളും എന്നെ സ്ഥിരമായിട്ട് സഹായിക്കുന്നതായിട്ടുള്ള എല്ലാവരും ഇത് കേട്ട് സന്തോഷിച്ച് ഒരു ലൈക്കൊക്കെ അടിച്ച് അടുത്തൊരു കാര്യം ചെയ്യുവാനായിട്ട് എന്നെ പ്രേരിപ്പിക്കണമേ എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇത് മുടി കൊഴിച്ചിലിനെ കുറിച്ചൊരു വിശദമായൊരു പഠനമല്ല.